അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അബ്വാബു സുലാസിയിൽ മസീദി ഫിഹി, സുലാസി മസീദ് ഫിഹിയുടെ ബാബുകളാണ്. സുലാസി മുജറദ് നമ്മൾ ഇതിനു മുമ്പത്തെ ഇതിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി സുലാസി മസീദ് ഫിഹിയാണ് എന്ന് വെച്ചാൽ അസ്ലിയായ 3 അക്ഷരങ്ങളേക്കാൾ സായിദയായി അക്ഷരങ്ങൾ വന്ന ഫിയലുകൾ. അത് നമുക്കറിയാം, 3, 4 ആവാം. അങ്ങനെ ഒരക്ഷരം സായിദയായി 4 അക്ഷരമുള്ള ഫെയിലാകാം, 2 അക്ഷരം സായിദയായി 5 അക്ഷരമുള്ള ഫെയിലാകാം, 3 അക്ഷരം സായിദയായി 6 അക്ഷരമുള്ള ഫെയിലാവാം. അങ്ങനെ 3 രീതിയിലാണ് ഇത് സംഗതി വരിക. അതിൽ നമുക്ക് റുബായി, ഹുമാസി, സുദാസി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പേര് പറയാൻ പറ്റും. അങ്ങനെ പേരൊന്നും നമ്മുടെ കിതാബിൽ പറയുന്നില്ല. എന്തായാലും അസ്ലിയായ 3 അക്ഷരത്തോടൊപ്പം വേറെയും അക്ഷരങ്ങൾ വരും. ഈ അക്ഷരങ്ങൾ അലിഫ്, അതുപോലെ താ, ഇസ്ത് തുടങ്ങിയിട്ടുള്ള വാചകങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഓരോ അക്ഷരങ്ങൾ സായിദയാകുമ്പോഴും ഫിയലിൻ്റെ അർത്ഥത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും. അഥവാ നമ്മളിനി സുലാസി മസീദി ഫിഹിയുടെ വസ്നുകൾ 14 നമ്മൾ പറയുന്നത്. ഈ 14 അർത്ഥത്തിൽ നേരിയ മാറ്റങ്ങൾ വരും. എന്നാൽ ഈ അർത്ഥമാറ്റങ്ങളൊക്കെ വലിയൊരു സ്റ്റഡിയാണ്. വലിയ കിതാബുകളിലൊക്കെ ഷദൽ അറഫ് പോലത്തെ നമ്മുടെ സർഫിൻ്റെ കിതാബുകളിലൊക്കെ ഇത്തരം മീനിങ്ങുകൾ തന്നെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഓരോ വസ്നുകൾക്കും ഒന്നിലധികം അർത്ഥങ്ങളും ഈ പല അർത്ഥങ്ങളും തമ്മിൽ ചിലപ്പോഴൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ചർച്ച ചെയ്ത് പോകാവുന്ന ഒന്ന്, അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്ന്, ഏതൊക്കെയാണ് ലാസിം, ഏതൊക്കെയാണ് മുതഅദ്ദി എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ കിതാബിൻ്റെ ലാസ്റ്റ്, അജ്നാസുൽ കുബ്രയുടെ ലാസ്റ്റ് നമുക്ക് ലാസിമായ ബാബുകൾ 10 എന്ന് പറഞ്ഞിരുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാകും ഇവകൾക്ക് മഫ്ഊൽ ബിഹി ഉണ്ടാവില്ല എന്ന് മനസ്സിലാകും.